ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ചേർത്തലയിലൊരു മ്യൂസിക്കാരൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫുഡ് കഴിക്കുന്ന സ്ഥലമുണ്ട്, പോയിട്ടുണ്ട്. നല്ല ഫുഡൊക്കെ കിട്ടുന്നത് അവിടെ. പണ്ട് കള്ള് ഷാപ്പായിരുന്നു. അപ്പോൾ ആ വലിയ മ്യൂസിയൊക്കെ പിടിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ പുള്ളി പണ്ട് കള്ള് ഷാപ്പൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പം എൻ്റെ ആക്ടർ സുധീരേട്ടനുണ്ട്. അപ്പോൾ പുള്ളിയെ പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് അവിടെ, ഇങ്ങനെ ഒരു ഭയങ്കര അടിപൊളി മാനേഴ്സൊക്കെ ഉള്ള ആളാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയിട്ട് ഒരു ഉച്ചയ്ക്ക് അവിടെ ഭക്ഷണമൊക്കെ കഴിക്കും. കിട്ടിയ രക്ഷോട്ട് കിട്ടിയിട്ടുണ്ട്. കൊമ്പൻ ബാബു കൾട്ടാണ്. ഈ കഥാപാത്രത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ കൊമ്പൻ ബാബു എന്ന് പറയുന്ന കഥാപാത്രം തരുന്നൊരു കിക്ക് ഉണ്ട് ആളുകൾക്ക്. ലൈക്ക് ഈ പറയുന്ന ഫൈറ്റിലൂടെ ആണെങ്കിലും അയാളുടെ നോട്ടത്തിലൂടെ ആണെങ്കിലും അയാള് പ്രത്യേകിച്ചൊരു ഭാവം ഇല്ലാതെ ക്ഷീണിച്ച് അവശനായിട്ട് ഇരിക്കുമ്പോഴാണേലും അത് ആളുകൾക്ക് ഓരോ തരം ഇമോഷൻസിനെ പല സ്റ്റേജുകളിലായിട്ട് പല ഇമോഷൻസിനെ കൊടുക്കുന്നുണ്ട്. അപ്പം കാണുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി കിക്ക് തരുന്ന ഒരു കാര്യം അതാണ് ആളുടെ ചേഞ്ചസ്. അത് കഥാപാത്രം കേട്ട സമയത്തും അല്ലെങ്കിൽ അഭിനയിക്കുന്ന സമയത്ത് ഈ കൊമ്പൻ ബാബു തന്നിട്ടുള്ള ഒരു കിക്ക് എന്താണ്? ആദ്യം എനിക്ക് സ്ക്രിപ്റ്റാണ് തന്നെ. ഞാൻ ആ സ്ക്രിപ്റ്റ് വായിച്ചു കഴിയുമ്പോൾ എൻ്റെ മനസ്സിലൊരു ആ ക്യാരക്ടറിനൊരു രൂപം ഉണ്ടാവും. അതിനുശേഷം ഇപ്പോൾ ശ്രീരാജുമായിട്ടും അമ്പൂക്കൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ നിന്ന് സംസാരിച്ചിട്ട് ശ്രീരാജിന് വേണ്ട ആ ഒരു ക്യാരക്ടറിനെ കുറിച്ചുള്ളൊരു സംഭവം ഉണ്ടാവും. അത് ഡയറക്ടറുമായിട്ടുള്ള ഒരു സംസാരത്തിലും നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ഷൂട്ട് തുടങ്ങുന്ന മുൻപേ വരെയുള്ള ഇതിൻ്റെ കുറേ ദിവസം ഇതിനെ തന്നെ ഫോക്കസ് ചെയ്ത് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് അയാളുടെ ഒരു ബേസിക് ക്യാരക്ടർ കിട്ടുമല്ലോ. അപ്പം ഞാൻ സാധാരണ എനിക്ക് ഇഷ്ടമുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇതിന് മുന്നേ അയാളുടെ ലൈഫ് എങ്ങനെയായിരിക്കും, നമ്മളെ സിനിമയെ കാണിക്കുന്ന ഒരു ഏജ് ഉണ്ടാവും. ആ ഏജിന് മുന്നേ ഒക്കെ പുള്ളി എങ്ങനെയായിരിക്കും, പുള്ളി ഇങ്ങനെ ആയത് ഒക്കെ, അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സ് ഞാനിങ്ങനെ എടുത്ത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പം നമ്മൾ ആ ക്യാരക്ടറിലോട്ട് എത്തുമ്പോഴേക്കും ഏകദേശം ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു മാനറിസത്തിലോട്ട് എത്തും എന്നുള്ളതാണ്. അങ്ങനെയാണ് ശ്രമിക്കാറ്. അപ്പം അങ്ങനെയുള്ളവർ ഇപ്പം നമ്മൾ ഇപ്പം ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ചേർത്തലയിലൊരു മ്യൂസിക്കാരൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫുഡ് കഴിക്കുന്ന സ്ഥലമുണ്ട്, പോയിട്ടുണ്ട്. നല്ല ഫുഡൊക്കെ കിട്ടുന്നത് അവിടെ. പണ്ട് കള്ള് ഷാപ്പായിരുന്നു. അപ്പോൾ ആ വലിയ മ്യൂസിയൊക്കെ പിടിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ പുള്ളി പണ്ട് കള്ള് ഷാപ്പൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പം എൻ്റെ ആക്ടർ സുധീരേട്ടനുണ്ട്. അപ്പോൾ പുള്ളിയെ പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് അവിടെ, ഇങ്ങനെ ഒരു ഭയങ്കര അടിപൊളി മാനേഴ്സൊക്കെ ഉള്ള ആളാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയിട്ട് ഒരു ഉച്ചയ്ക്ക് അവിടെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയപ്പോൾ പുള്ളി ഫ്രണ്ടിൽ വന്നിരുന്ന് സംസാരിച്ചു. അപ്പോൾ പുള്ളിയോട് ഇങ്ങനെ വെറുതെ ഒരു കോമഡിയൊക്കെ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിലും പുള്ളി ആ കോമഡി കേട്ട് പുള്ളിയുടെ മനസ്സിലിട്ട് അത് ചിരിക്കണം മാത്രം പുള്ളി ചിരിക്കുന്നു. നമ്മൾ വിചാരിക്കും ഇപ്പോൾ ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത് വർക്കാവണം, അല്ലെങ്കിൽ അങ്ങനെ നോക്കുക. കുറേ സമയം ടൈം എടുത്തിട്ടൊക്കെയാണ് പുള്ളി സംസാരിക്കുന്നത്. പിന്നെ ഫിഷിനെ കുറിച്ചൊക്കെ കാര്യം പറയുന്നതൊക്കെ ഭയങ്കര ഡെപ്ത്. അപ്പോൾ നമ്മൾ പേടിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും കേൾക്കുന്നുണ്ടോ ഇതിങ്ങനെ ഇന്ന് സംഭവം ഉണ്ടാക്കിയതാണ്. അപ്പോൾ പുള്ളി എഴുന്നേറ്റ് നിന്നിട്ട് മുണ്ടൊക്കെ കെട്ടുന്ന ഒരു ഇതുണ്ട്. പുള്ളി ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ. അപ്പം ഞാൻ നോക്കുമ്പോൾ പുള്ളിയുടെ മുണ്ട് കുറച്ച് ലൂസായിരുന്നു. അപ്പം നമ്മൾ കാണുമല്ലോ ഇങ്ങനെയുള്ളൂ. അപ്പോൾ പുള്ളിക്ക് അതൊരു ഇതല്ല, പുള്ളി സംസാരിച്ചുകൊണ്ട് ആ കറക്റ്റ് ടൈമിന് തന്നെ അത് പിടിച്ച് അങ്ങനെ. അപ്പോൾ അത് അങ്ങനത്തെയൊക്കെയുള്ള കുറേ പരിപാടികൾ ഇങ്ങനെ നമ്മൾ കുറച്ച് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കിട്ടും. പക്ഷെ ആ സെയിം സാധനം നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കില്ല. പക്ഷേ നമ്മൾ ഇതിലൂടെ പോയിട്ടില്ല. ചിലപ്പോൾ ഞാനിങ്ങനെ ഒരു കള്ള് ഷാപ്പ് നടത്തിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അറിയില്ല. പക്ഷേ ഇങ്ങനെ പോയ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ ചെറിയ ചെറിയ പരിപാടികളിൽ നിന്ന് എവിടെയെങ്കിലും ഒരു കണക്റ്റ് ആവും. അത് എൻ്റെ ഇതിലോട്ട് ആ സംഭവം ഒന്ന് ഇൻജക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അതിൽ കിട്ടിയ രക്ഷോട്ട് കിട്ടിയിട്ടുണ്ട്. കൊമ്പൻ ബാബു കൾട്ടാണ്.